ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മൈസൂർ യാത്ര കണ്ടാലോ? പെട്ടെന്നുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. പെട്ടെന്നുണ്ടായതാണ്. മാമന് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മോനിക്കാക്കയും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പെട്ടെന്നായിട്ടൊരു കൂടിയൊരു തീരുമാനിച്ച് പിറ്റേ ദിവസം തന്നെ പോകാമെന്നായി. അങ്ങനെ പെട്ടെന്നായിരുന്നു ഒരു യാത്ര. അതുകൊണ്ട് എങ്ങനെ എന്തെന്നൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും വേണ്ടിയില്ല, ഒന്ന് പോയേക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ ചില വീഡിയോസുകൾ, ചില ഭാഗങ്ങൾ നിങ്ങളോടും ഷെയർ ചെയ്യാമെന്ന് വെച്ചു. മിക്ക ആളുകൾക്കും ഈ യാത്രകളൊക്കെ വല്ല ഇഷ്ടമായിരിക്കും അല്ലേ? അതുപോലെ ഞങ്ങളെപ്പോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് 9ാം വളവിലെത്തി ഞങ്ങൾ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് താഴേക്കുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. മഞ്ഞുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. മാന്, മയിൽ, ആന, ഒരുപാട് മാനുകളുണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റില്ല, വീഡിയോ ലെങ്ത്ത് ഒരുപാടായിപ്പോന്ന് വെച്ചിട്ട് അതൊക്കെ കവർ ചെയ്തു. പക്ഷെ കാട് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയോ? അസാധ്യമാണ് കേട്ടോ കാട്. എത്ര കണ്ടാലും മടുക്കുന്നില്ല. ഒരുപാട് കിലോമീറ്ററുകളുണ്ട് കേട്ടോ മുത്തങ്ങ ഫോറസ്റ്റ്. പകുതി കേരളത്തിലും പകുതി കർണാടകയിലുമായിട്ടാണിത് നിൽക്കുന്നത്. ഇവിടെ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴകളുണ്ടായിരുന്നേ. അപ്പോൾ എന്നാലും മൃഗങ്ങളൊക്കെ അത്യാവശ്യം പുറത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു നിരാശപ്പെട്ടില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി. ഇപ്പം നമ്മൾ ഏകദേശം മൈസൂർ എത്താറായിട്ടുണ്ട്. ആദ്യം വൃന്ദാവൻ ഗാർഡൻ കവർ ചെയ്യാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞു വേറെ എങ്ങോട്ടേക്കാണ്, എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഏകദേശമൊക്കെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ വൃന്ദാവൻ ഗാർഡനിലെത്തി. നല്ല ഭംഗിയുണ്ട്. ഇവിടെയും ചെറിയ തോതിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മഴ, എന്താ പറയുക, ചാറ്റൽ മഴ, നല്ല ഭംഗിയുള്ളൊരു മഴയായിരുന്നു അത്. ഇവിടെ രാത്രിയിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ എന്ന ഒരു ഷോ നടക്കലുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ വേണ്ടി നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടി കേട്ടോ. ടയർ പഞ്ചറായി മാമൻ്റെ വണ്ടിയുടെ. പിന്നെ അത് മാറ്റിയിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ സൂവിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത് മാറ്റുന്ന പരിപാടിയിലാണ് എല്ലാവരും കൂടെ. അങ്ങനെ എത്തി, ഞങ്ങൾ സൂവിലെത്തി. അങ്ങനെ സൂത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട്. ആദ്യം തന്നെ കാണുന്ന പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. ഒരുപാട് കിലോമീറ്റർ, 3-4 കിലോമീറ്ററോളം ഒരുപാട് നടന്ന ഒരു വഴിയാവും ഒരു വിധത്തിലായി കേട്ടോ ഞങ്ങൾ നടന്നിട്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും കാണാത്ത സംഭവങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോരുമ്പോൾ അത്ര ക്ഷീണമൊന്നും അങ്ങനെ അറിഞ്ഞില്ല. പക്ഷേ എന്താ വെച്ചാൽ ചില ഭാഗങ്ങളൊക്കെ ഞങ്ങളിവിടെ കരടിക്ക് ഫുഡ് കൊടുക്കണ കണ്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ പ്രത്യേക രീതിയിൽ ആദ്യം അതിനെ കൂട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നേ, തുറന്നു വിട്ടിട്ടില്ല. അതിനാദ്യം ഭക്ഷണം നല്ല ഹൈറ്റുള്ള അത് നിൽക്കുന്ന മീൻസ് ഒരു ഹൈറ്റുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് അവർ ഇതിർന്നു ഈ ഒരു ഭാഗത്തുനിന്ന് ഉള്ളോട്ടേക്ക് പോയിട്ട് അവിടുന്ന് ഒരു അലാറം കൊടുക്കും. ആ അലാറത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കിനും ഇവർ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിങ്ങോട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, ഇതിലെവിടെയാണെന്നുള്ളത് കാണുന്നില്ല. അത് എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇനി നമുക്ക് കുറച്ച് സമയം ഗൊറില്ലേനെ ഒന്ന് കാണാം. ഗൊറില്ല ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് വലിയ മൃഗങ്ങളുണ്ട് കേട്ടോ. അതിനൊക്കെ കുറച്ച് സമയം വരെ ഒന്ന് കണ്ടു നോക്കാം. ഇതെന്താണ്? ഇത് കടുവയായിരുന്നു തോന്നുന്നു കേട്ടോ. അതിങ്ങനെ ഓടിപ്പോകുന്നത് കടുവയാണെന്നാണ് തോന്നുന്നത്.
അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടുത്തെ കുറച്ച് വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മസനഗുഡിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ രാവിലെ ആയതിനു ശേഷം ഊട്ടിക്ക് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിനായിരുന്നു കേട്ടോ ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. മസനഗുഡിയിൽ നിന്നും 7:30 ഒരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ പിന്നെ ഊട്ടിക്ക് വിട്ടു. അവിടെ ഊട്ടി ചുരം നല്ല ഭംഗിയുണ്ട് ഊട്ടി ചുരം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ബസ്സിൽ നിന്നൊരു പിന്നെ ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കാണാൻ പറ്റി പെട്ടെന്ന് പാസ് ചെയ്ത് പോയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ബസ് ഡ്രൈവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് റിവേഴ്സ് എടുത്തു ബസ് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഊട്ടി എത്തിയിട്ടുള്ള വീഡിയോസുകളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ അടുത്ത ബസ്സിൽ തന്നെ മസനഗുഡിയിലേക്ക് വന്നായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പിന്നെ മൈസൂർ ഊട്ടി യാത്രയുടെ വീഡിയോ. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.